എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ നക്ഷത്രത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദീർഘവൃത്താകൃതിയിൽ തന്നെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ രണ്ട് ഫോഴ്സുകളുണ്ട്. ആ ഫോഴ്സുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ആശയം കൂടെ ഞാൻ പങ്കുവെക്കാം. നമ്മൾ നേരെ ബഹിരാകാശത്തേക്ക് പോവുകയാണെന്ന് കരുതുക. സ്പേസ് സ്യൂട്ടൊക്കെ ധരിച്ചിട്ട് ബഹിരാകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അതുവഴി ഒഴുകി നടക്കും. കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല. ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്പേസിൽ എന്തുണ്ടെങ്കിലും അത് ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ തുടക്കത്തിന് കാരണമായിട്ടുള്ള സ്റ്റാർ ഡസ്റ്റുകൾ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്റ്റാർ ഡസ്റ്റുകളാണ് പിന്നീട് നക്ഷത്രമായിട്ടും അതിനെ വലം വയ്ക്കുന്ന പ്ലാനറ്റ്സ് ആയിട്ട് മാറിയത്. അത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വേഗത എല്ലായ്പ്പോഴും ഉണ്ട്. സൂര്യൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രാവിറ്റിയുമുണ്ട്, ശക്തമായിട്ടുള്ള ഗ്രാവിറ്റി. അതിന് മുൻപും ഗ്രാവിറ്റി ഉണ്ട്. പക്ഷേ സൂര്യൻ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഒരു ഗ്രാവിറ്റിയാണ് ഉള്ളത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വസ്തുവിന് രണ്ട് രീതിയിലുള്ള ഫോഴ്സുകൾ അനുഭവപ്പെടും. ഒന്ന്, അത് മുമ്പ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേഗത കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്. മറ്റേ ഫോഴ്സ് എന്ന് പറയുന്നത് സൂര്യൻ്റെ ശക്തമായിട്ടുള്ള ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. ഇത് രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓർബിറ്റ് അവിടെ ഉണ്ടാകുന്നത്. ഗ്രാവിറ്റിയും അതിൻ്റെ സ്വയമുള്ള സഞ്ചാരപഥവും അല്ലെങ്കിൽ സഞ്ചാര വേഗതയും തുല്യമാണെങ്കിൽ, രണ്ടും തുല്യമാണെങ്കിൽ മാത്രം അവിടെ ഒരു സർക്കുലർ ഓർബിറ്റ് ഉണ്ടാകും. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർക്കുലർ ഓർബിറ്റ് അത് വളരെ വളരെ റെയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഓർബിറ്റാണ്. കാരണം വളരെ റെയറായിട്ട് മാത്രമാണ് ഗ്രാവിറ്റിയും അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും തുല്യമാകുന്നത്. എപ്പോഴാണോ നമ്മുടെ ആ പ്ലാനറ്റ് നക്ഷത്രത്തിൻ്റെ വളരെ അരികിലൂടെ കടന്നു പോകുന്നത്, ആ സമയത്ത് അതിൻ്റെ വേഗത കൂടും. കാരണം ഗ്രാവിറ്റി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഉന്തലാണ് അതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗതയിൽ അത് ആ ഒരു ഗ്രഹത്തിന് ആ ഒരു നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് കറങ്ങാൻ തുടങ്ങും. അങ്ങനെ അത് കറങ്ങി നക്ഷത്രത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അകന്നു പോകുന്ന ആ ഘട്ടത്തിൽ അതിൻ്റെ വേഗത കുറയും. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.